ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മെട്രോളജി. മെട്രോളജിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെട്രോളജിയുടെ ബേസിക്സ്, ഡിഫറെൻറ്റ് മെഷറിംഗ് മെത്തേഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഡിഫറെൻറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ക്ലാസിഫിക്കേഷൻസ്, ഇമ്പോർട്ടൻ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താ മെട്രോളജി, അല്ലെങ്കിൽ എന്താണ് മെട്രോളജി എന്നുള്ള ടേം മീൻ ചെയ്യുന്നത്? ഈ മെട്രോളജി എന്നുള്ള ടേം വരുന്നത് മെഷർ എന്ന മീനിങ് വരുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അപ്പോൾ മെഷർമെന്റുമായിട്ട് റിലേറ്റഡ് ആണ് മെട്രോളജി എന്ന് പറയുന്നത്. മെട്രോളജി എന്ന് പറയുന്നത് മെഷർമെന്റ് അല്ലെങ്കിൽ മെഷറിംഗ് പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താ മെഷറിംഗ് പ്രോസസ്സ് എന്ന് അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഏതൊരു ഒബ്ജക്റ്റിനെയും അല്ലെങ്കിൽ എന്തിനേയും നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിനെ നമ്പേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്താലാണ് നമുക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടീനെ നമ്പേഴ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെഷർമെന്റ് നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അൺനോൺ ക്വാണ്ടിറ്റിയെ ഒരു നോൺ ക്വാണ്ടിറ്റി, അതായത് ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷർമെന്റ് പ്രോസസ് അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സയൻസ് ഓഫ് മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെട്രോളജി എന്ന് പറയുന്നത്. ഇപ്പൊ മെട്രോളജി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ സയൻസ് ഓഫ് മെഷർമെന്റ് ഈസ് കോൾഡ് മെട്രോളജി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ മെഷർമെന്റ് പ്രോസസ്സിൽ നമ്മൾ ഒരു അൺനോൺ ക്വാണ്ടിറ്റിയെ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു യൂണിറ്റ് വേണം. അതുപോലെ ഈ വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റും വേണം. മെട്രോളജിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് വേണം. അപ്പോൾ മെട്രോളജിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ, സെലക്ഷൻ ഓഫ് പ്രോപ്പർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഒന്ന്, സെലക്ഷൻ ഓഫ് പ്രോപ്പർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. സെക്കൻഡ് വൺ, പ്രോപ്പർ മെഷറിംഗ് സ്റ്റാൻഡേർഡ്, സെലക്ഷൻ ഓഫ് പ്രോപ്പർ മെഷറിംഗ് സ്റ്റാൻഡേർഡ്. തേർഡ് വൺ പറയുകയാണെങ്കിൽ, മിനിമൈസിങ് കോസ്റ്റ് ഇൻസ്പെക്ഷൻ, കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. അതുപോലെ ഡിറ്റർമൈനിങ് പ്രോസസ് കേപ്പബിലിറ്റി, പ്രോസസ് കേപ്പബിൾ ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുക. അതുപോലെ ടോളറൻസ് ലിമിറ്റുകൾ ഡിസൈഡ് ചെയ്യുക, നമ്മുടെ പ്രോസസ്സിന്റെ ടോളറൻസ് ലിമിറ്റുകൾ ഡിസൈഡ് ചെയ്യുക. സ്റ്റാൻഡേർഡൈസേഷൻ, മെയിൻറ്റെയിൻ ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മെട്രോളജിയുടെ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സെലക്ഷൻ ഓഫ് പ്രോപ്പർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിസൈഡിങ് പ്രോപ്പർ മെഷറിംഗ് സ്റ്റാൻഡേർഡ്സ്, minimizing cost of inspection, determining process capabilities, deciding tolerance limits, standardization, maintain accuracy and precision. ഇത്രയാണ് മെട്രോളജിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെട്രോളജിയുടെ എയിം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ മെഷറിംഗ് പ്രോസസ്സിലെ എലിമെന്റ്സ് ആണ്. ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് മെഷറിംഗ് പ്രോസസ്സിൽ 3 എലിമെന്റ് ആണ് ഉള്ളത്: മെഷർമെന്റ്, കമ്പാരിറ്റർ, റഫറൻസ്. അതായത് ഒരു മെഷർമെന്റ് സിസ്റ്റത്തിലെ 3 ഇമ്പോർട്ടന്റ് എലിമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മെഷറന്റ്, കമ്പാരിറ്റർ, റഫറൻസ്. ഈ മെഷറന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ആണോ മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷറന്റ് എന്ന് പറയുന്നത്. നമുക്ക് മെഷർ ചെയ്യേണ്ട അൺനോൺ ക്വാണ്ടിറ്റിയാണ് മെഷറന്റ് എന്ന് പറയുന്നത്. ഇനി കമ്പാരിറ്റർ ഈ മെഷറന്റിനെ നമ്മുടെ ഒരു റഫറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. തേർഡ് വൺ ആണ് റഫറൻസ്. റഫറൻസ് എന്ന് വെച്ചാൽ ഈ മെഷറന്റ് കമ്പയർ ചെയ്യുന്ന പ്രീഡിഫൈൻഡ് നോൺ ക്വാണ്ടിറ്റിനെയാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റഫറൻസ് എന്ന് പറയുന്നത്. റഫറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്, പ്രീഡിഫൈൻഡ് ക്വാണ്ടിറ്റിയാണ് ഈ റഫറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഈ റഫറൻസുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷറന്റിനെ കമ്പയർ ചെയ്യുന്നത്. ഫൈനലി റഫറൻസിന്റെ ടേംസിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ് നമ്മൾ മെഷേർഡ് ക്വാണ്ടിറ്റിയെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഈ റഫറൻസ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഈ റഫറൻസ് ഡിസൈഡ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഓർഗനൈസേഷൻ ആയിരിക്കും. ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ, ISO, BIS പോലെയുള്ള നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആയിരിക്കും റഫറൻസ് എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടന്റ് എലിമെന്റ്സ് ഓഫ് എ മെഷർമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മെഷറന്റ്, കമ്പാരിറ്റർ, റഫറൻസ്. മെഷറന്റ് എന്താണ്? ഈ റഫറൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ റഫറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ ടേംസിലായിരിക്കും മെഷേർഡ് ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഒരു ഫണ്ടമെന്റൽ മെഷറിംഗ് പ്രോസസ്സിന്റെ ഇമ്പോർട്ടന്റ് എലിമെന്റ്സ്: മെഷറന്റ്, റഫറൻസ്, കമ്പാരിറ്റർ. ഇനി
നെക്സ്റ്റ് ഈ മെഷർമെന്റ് പ്രോസസ്സിൽ ഗേജസ്, ഫിക്സഡ് ഗേജസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാർട്ടിന്റെ നമ്മുടെ പാർട്ടിന്റെ ഡയമെൻഷൻസ് ടോളറൻസ് ലിമിറ്റിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗേജസിനെയാണ് നമ്മൾ ഫിക്സഡ് ഗേജസ് എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ടിന്റെ ഡയമെൻഷൻസ്, ഗിവൺ പാർട്ടിന്റെ ഡയമെൻഷൻസ് സ്പെസിഫൈഡ് ടോളറൻസിലാണോ, നമ്മുടെ ടോളറൻസ് ലിമിറ്റിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗേജസിനെയാണ് നമ്മൾ ഫിക്സഡ് ഗേജസ് എന്ന് പറയുന്നത്, ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗേജസ്. ഇനി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ഗേജസ് എന്ന് പറയുന്നത് ഡയമെൻഷൻസ് ടോളറൻസ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ടോളറൻസിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗേജസ് ആണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർമെന്റ് സിസ്റ്റം. നമ്മൾ ഒരു പർട്ടിക്കുലർ മെഷർമെന്റ് ആപ്ലിക്കേഷൻസിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ മെഷറിംഗ് ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മെഷറിംഗ് ക്വാണ്ടിറ്റി എന്തായിരിക്കും, അൺവേരിയിങ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മെഷറിംഗ് ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അൺവേരിയിങ് ആണെങ്കിൽ അങ്ങനെയുള്ള മെഷർമെന്റ്സിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി മെഷറിംഗ് ക്വാണ്ടിറ്റി വേരിയിങ് ആണെങ്കിൽ, മെഷറിംഗ് ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് അല്ല, അത് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കേസിൽ ഡിവൈസിന്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് ആക്യുറസി. എന്താണ് ആക്യുറസി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് വിത്ത് വിച്ച് ആൻ ഇൻസ്ട്രുമെന്റ് റീഡിംഗ് അപ്രോച്ചസ് ടു ട്രൂ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ്. ട്രൂ വാല്യൂയും മെഷേർഡ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്യുറസി എന്ന് പറയുന്നത്. അതായത് ട്രൂ വാല്യൂ എന്നും മെഷേർഡ് വാല്യൂ എത്രമാത്രം ക്ലോസ് ആണ്, ട്രൂ വാല്യൂയോട് മെഷേർഡ് വാല്യൂ എത്രമാത്രം ക്ലോസ് ആണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രിസിഷൻ. എന്താ പ്രിസിഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് അഗ്രിമെന്റ് ഓഫ് റിപ്പീറ്റഡ് മെഷർമെന്റ്സ് ഓഫ് എ ക്വാണ്ടിറ്റി മെയ്ഡ് ബൈ യൂസിങ് സെയിം മെത്തേഡ് അണ്ടർ സിമിലർ കണ്ടീഷൻ. സെയിം മെത്തേഡ് സിമിലർ കണ്ടീഷൻസിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ചെയ്യുമ്പോൾ ഈ മെഷേർഡ് ഔട്ട്പുട്ടുകൾ അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്സിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. ആക്യുറസി എന്ന് പറയുന്നത് എന്താണ്, ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂയും തമ്മിലുള്ള ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ആണ്. പ്രിസിഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് മെഷർമെന്റ്സിലെ മെഷേർഡ് വാല്യൂസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്സിനെയാണ്. നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്യുറസിയും പ്രിസിഷനും തമ്മിലുള്ള കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യത്തെ ഫിഗറിൽ നോക്കുക, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ടാർഗറ്റ്, സ്റ്റാറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ മെഷേർഡ് വാല്യൂസ്. ഇതിൽ ടാർഗറ്റിൽ നിന്നും മെഷേർഡ് വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ടാർഗറ്റും മെഷേർഡ് വാല്യൂയും ക്ലോസ് അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, അത് ലോ ആക്യുറസി ആണെന്ന് പറയാം. അതുപോലെ ഓരോരോ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ക്ലോസ്നെസ് എന്താണ്, കുറവാണ്. അതായത് ഓരോരോ മെഷേർഡ് വാല്യൂസ് തമ്മിലുള്ള ഡീവിയേഷൻസും വളരെ കൂടുതലാണ്. അപ്പോൾ അത് ലോ പ്രിസിഷൻ എന്ന് പറയും. അപ്പൊ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം, ലോ ആക്യുറസി ആൻഡ് ലോ പ്രിസിഷൻ എന്ന് പറയും. ഇനി സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടാർഗറ്റിൽ നിന്നും മെഷേർഡ് വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെഷേർഡ് വാല്യൂസ് എല്ലാം തമ്മിൽ വളരെ ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ലോ ആക്യുറസി ആൻഡ് ഹൈ പ്രിസിഷൻ എന്ന് പറയും. ഇനി തേർഡ് കേസിൽ മെഷേർഡ് വാല്യൂസ് ഒക്കെ ടാർഗറ്റിലാണുള്ളത്, അതായത് ആ റെഡ് സ്പോട്ടിലാണുള്ളത്. അതുപോലെ മെഷേർഡ് വാല്യൂസ് തമ്മിലുള്ള ഡീവിയേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഹൈ ആക്യുറസി ആണ്. മെഷേർഡ് വാല്യൂയും ട്രൂ വാല്യൂയും തമ്മിലുള്ള ക്ലോസ്നെസ് എന്ന് പറയുന്നത് കൂടുതലാണ്. പക്ഷെ ഓരോരോ മെഷേർഡ് വാല്യൂസും തമ്മിലുള്ള ക്ലോസ്നെസ് എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് ലോ പ്രിസിഷൻ എന്ന് പറയാം. തേർഡ് കേസ് ഹൈ ആക്യുറസി ആൻഡ് ലോ പ്രിസിഷൻ. ഇനി ഫോർത്ത് കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ മെഷേർഡ് വാല്യൂസ് ഒക്കെ എന്താണ്, ടാർഗറ്റിലാണുള്ളത്. അതായത് മെഷേർഡ് വാല്യൂസ് ട്രൂ വാല്യൂവിന് വളരെയധികം ക്ലോസ് ആയിട്ടാണുള്ളത്. അതുപോലെ
എല്ലാ മെഷേർഡ് വാല്യൂസ് തമ്മിൽ എന്താണ് വളരെയധികം ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഹൈ ആക്യുറസി ആൻഡ് ഹൈ പ്രിസിഷൻ എന്ന് പറയും. അപ്പോൾ ആക്യുറസി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ആണ്. പ്രിസിഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ബിറ്റ്വീൻ റിപ്പീറ്റഡ് മെഷേർഡ് വാല്യൂസ് ആണ്. അപ്പോൾ ഇതാണ് ആക്യുറസിയും പ്രിസിഷൻ. ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്, സെൻസിറ്റിവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ സെൻസിറ്റിവിറ്റി അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു എത്ര സ്മോളസ്റ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് ഔട്ട്പുട്ടിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കാണിക്കുന്നത്. അതാണ് സെൻസിറ്റിവിറ്റി മീൻ ചെയ്യുന്നത്. സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ മെഷേർഡ് വാല്യൂ ടു വിച്ച് ഇൻസ്ട്രുമെന്റ് റെസ്പോണ്ട്. ഇൻസ്ട്രുമെന്റ് റെസ്പോണ്ട് ചെയ്യുന്ന സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ടിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ സെൻസിറ്റിവിറ്റി നമുക്ക് എന്ത് പറയാം? റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഇനി നെക്സ്റ്റ് റിപ്പീറ്റബിലിറ്റി. റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ഔട്ട്പുട്ട് റീഡിംഗ്സ് when same input is applied repetitively over a short period of time with the same measurement condition, same instrument, same observer, same location and same condition of use maintained throughout. ഒരു സെയിം മെഷർമെന്റ് കണ്ടീഷൻസിൽ, അതായത് ഇൻപുട്ട് കണ്ടീഷൻസ് ഒക്കെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സെയിം മെഷർമെന്റ് കണ്ടീഷൻ, സെയിം ഇൻസ്ട്രുമെന്റ്, സെയിം ഒബ്സർവർ, അങ്ങനെ എല്ലാ കണ്ടീഷനും സെയിം ആവുമ്പോൾ സെയിം ഇൻപുട്ടിന് റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമ്മൾ സെയിം ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഔട്ട്പുട്ടുകൾ തമ്മിലുള്ള ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്സിനെയാണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. അതായത് സെയിം ഇൻപുട്ട് കണ്ടീഷൻസിൽ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ, സെയിം ഇൻപുട്ട് കൊടുക്കുമ്പോൾ സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പീറ്റേറ്റീവ്ലി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഇൻപുട്ട് കണ്ടീഷൻസ് കോൺസ്റ്റന്റ് ആണ്. സെയിം ഇൻപുട്ടും സെയിം ഇൻപുട്ട് കണ്ടീഷൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടുകൾ തമ്മിലുള്ള ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്സിനെയാണ് നമ്മൾ റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടേം റീപ്രൊഡ്യൂസിബിലിറ്റി. എന്താ റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്? ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ഔട്ട്പുട്ട് റീഡിംഗ് for same input when there are changes in method of measurement, observer, measuring instrument, location, conditions of use and time of measurements. അപ്പോൾ ഇവിടെ എന്താണ്? സെയിം ഇൻപുട്ട് ആണ്, പക്ഷെ ഇൻപുട്ട് കണ്ടീഷൻസ് എന്താണ്? കോൺസ്റ്റന്റ് അല്ല, അത് ചേഞ്ച് ചെയ്യും. മെഷർമെന്റ് മെത്തേഡ് ചേഞ്ച് ചെയ്യും, ഒബ്സർവർ ചേഞ്ച് ചെയ്യും, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഇൻപുട്ട് കണ്ടീഷൻസ് വേരി ചെയ്യുന്ന ആ കണ്ടീഷൻസിൽ സെയിം ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് റീഡിങ്സ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്സിനെയാണ് നമ്മൾ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇൻപുട്ട് മാത്രമാണ് സെയിം, ഇൻപുട്ട് കണ്ടീഷൻസ് എന്താണ്? കോൺസ്റ്റന്റ് അല്ല, അത് വേരി ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? മെഷർമെന്റ് കണ്ടീഷൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ്? റീപീറ്റബിലിറ്റി ആണ്. മെഷർമെന്റ് കണ്ടീഷൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ റിപ്പീറ്റബിലിറ്റിയും, മെഷർമെന്റ് കണ്ടീഷൻസ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയാം. റിപ്പീറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ സെയിം മെഷർമെന്റ് കണ്ടീഷൻസിൽ സെയിം ഇൻപുട്ടിന് സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇനി റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് മെഷർമെന്റ് കണ്ടീഷനിൽ സെയിം ഇൻപുട്ടിന് സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ. റേഞ്ച് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് ഡിസൈൻ ടു മെഷർ. ഇൻസ്ട്രുമെന്റ് മെഷർ ഡിസൈൻ ചെയ്തിരിക്കുന്ന മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി, ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന മിനിമം അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ എന്ന് പറയുന്നത്. റേഞ്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതിന്റെ മിനിമം ലിമിറ്റും മാക്സിമം ലിമിറ്റും. ഇപ്പൊ ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു തെർമോമീറ്റർ ആണെങ്കിൽ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ഡിഗ്രി ടു 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സ്പാൻ നമ്മൾ ഈ മിനിമം വാല്യൂന്റെയും മാക്സിമം വാല്യൂന്റെയും ഡിഫറൻസ് ആയിട്ടാണ് പറയുന്നത്. അതായത് സ്പാൻ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് സ്പാൻ എന്ന് പറയുന്നത് 100 ആയിരിക്കും. നമ്മുടെ റേഞ്ച് പറയുന്നത് മിനിമം ലിമിറ്റും മാക്സിമം ലിമിറ്റും ആയിട്ടാണ്. സ്പാൻ പറയുന്നത് അതിന്റെ ഡിഫറൻസ് ആയിട്ടാണ്. മിനിമം ലിമിറ്റിന്റെയും മാക്സിമം ലിമിറ്റിന്റെയും ഡിഫറൻസ് ആയിട്ടാണ് സ്പാൻ പറയുന്നത്.
അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന മിനിമം ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഹിസ്റ്ററിസിസ്. എന്താ ഹിസ്റ്ററിസിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിക്കേഷൻ ഓഫ് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് when same value of measured quantity is reached by increasing or by decreasing that quantity. അതായത് ഞാൻ ഒരു ഇൻസ്ട്രുമെന്റിൽ ഒരു ഇൻപുട്ട് വാല്യൂ 0-ൽ നിന്ന് ഫുൾ സ്കെയിലിലേക്ക് വാരി ചെയ്തു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് എനിക്കൊരു ഔട്ട്പുട്ട് വാല്യൂ കിട്ടും. ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വാല്യൂ കിട്ടും. ഇനി തിരിച്ച് ആ ഇൻസ്ട്രുമെന്റ് ഫുൾ സ്കെയിലിൽ നിന്ന് 0-ലേക്ക് വാരി ചെയ്യുമ്പോൾ സെയിം ഇൻപുട്ടിന് വേറൊരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് ഔട്ട്പുട്ടുകൾ തമ്മിലുള്ള സെയിം ഇൻപുട്ടിന് കിട്ടുന്ന രണ്ട് ഔട്ട്പുട്ടുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഇൻക്രീസിങ് ഓർഡറിൽ ചെയ്യുമ്പോൾ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. തിരിച്ച് ഡിക്രീസിങ് ഓർഡറിൽ ചെയ്യുമ്പോൾ സെയിം ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു ഔട്ട്പുട്ട് കിട്ടും. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്ററിസിസ് എറർ അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഡ് സോൺ. ഡെഡ് സോൺ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ചേഞ്ചസ് ഓഫ് ഇൻപുട്ട് ക്വാണ്ടിറ്റി ഫോർ വിച്ച് ദർ ഈസ് നോ ഔട്ട്പുട്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് വരെ ഔട്ട്പുട്ടിൽ ചില സമയത്ത് എന്തുണ്ടാവില്ല, റെസ്പോൺസ് കാണിക്കില്ല. ആ ഒരു ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഡ് സ്പേസ് അല്ലെങ്കിൽ ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിൽ ചേഞ്ച് കാണിക്കാത്ത ലാർജസ്റ്റ് ചേഞ്ചസ് ഇൻ ഇൻപുട്ട് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടാവും, ഔട്ട്പുട്ടിൽ എന്തുണ്ടാവില്ല, റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പോൾ ഔട്ട്പുട്ടിൽ ചേഞ്ച് കാണിക്കാത്ത ലാർജസ്റ്റ് ചേഞ്ചസ് ഇൻ ഇൻപുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനെയാണ് നമ്മുടെ ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് എന്ന് വെച്ചാൽ ദ ഗ്രാജുവൽ ഷിഫ്റ്റ് ഇൻ ഔട്ട്പുട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം വെർ ഇൻപുട്ട് വേരിയബിൾ ഡസ് നോട്ട് ചേഞ്ച്. ഇൻപുട്ട് വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല, പക്ഷെ ഒരു ഓവർ ഓഫ് പീരീഡ് ഓഫ് ടൈമിൽ എന്തുണ്ടാവും? ഔട്ട്പുട്ട് വേരിയബിൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് കാലിബ്രേറ്റ് ചെയ്യുന്ന കണ്ടീഷനും ഇൻസ്ട്രുമെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം. മെക്കാനിക്കൽ വൈബ്രേഷൻസ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ കൊണ്ട് ഇതില് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സെയിം ഇൻപുട്ട് ആണെങ്കിൽ കൂടെ ഔട്ട്പുട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഷിഫ്റ്റ് ചെയ്യും. ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ? സെയിം ഇൻപുട്ട് വാല്യൂവിന് ഡിഫറെന്റ് ടൈംസിൽ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഡിഫറെന്റ് ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിം റീഡിങ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സീറോ ഡ്രിഫ്റ്റ്, സ്പാൻ ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ്, കമ്പൈൻഡ് ഡ്രിഫ്റ്റ്. സീറോ ഡ്രിഫ്റ്റിന്റെ കേസിലാണെങ്കിൽ ഹോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഷിഫ്റ്റ് ചെയ്യും. ഹോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സീറോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ സ്പാൻ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡ്രിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ടിന്റെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഇനി ഇത് രണ്ടും തമ്മിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ കമ്പൈൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. സീറോ ഡ്രിഫ്റ്റിന്റെയും സ്പാൻ ഡ്രിഫ്റ്റിന്റെയും കമ്പൈൻഡ് ഫോമിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാജുവൽ ഷിഫ്റ്റ് ഇൻ ഔട്ട്പുട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം വെൻ ഇൻപുട്ട് ഡസ് നോട്ട് ചേഞ്ച്. അപ്പോ ഇത്രയൊക്കെയാണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നെക്സ്റ്റ് എറർ ഇൻ മെഷർമെന്റ്സ്. നമുക്കറിയാം ഒരു മെഷർമെന്റിൽ എറർ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എറർ എന്ന് പറയുന്നത്. ഈ എറേഴ്സിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. സിസ്റ്റമാറ്റിക് എററും റാൻഡം എറർ. ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറർ. ഇതില് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട്, ട്രൂ വാല്യൂ ഒരു ഫിക്സഡ് എമൗണ്ട് ഡീവിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് എറേഴ്സിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. എ ടൈപ്പ് ഓഫ് എറർ ദാറ്റ് ഡീവിയേറ്റ് ബൈ എ ഫിക്സഡ് എമൗണ്ട് ഫ്രം ട്രൂ വാല്യൂ ഓഫ് മെഷർമെന്റ്. ട്രൂ വാല്യൂ ഒരു ഫിക്സഡ് എമൗണ്ട് ഡീവിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് എറർ. ഇത് സാധാരണ എക്സ്പെരിമെന്റൽ മിസ്റ്റേക്സ് കൊണ്ടുണ്ടാകുന്ന എറേഴ്സ് ആയിരിക്കും. അതായത് ഇൻസ്ട്രുമെന്റ്സിൽ നിന്നായിരിക്കും കൂടുതലും ഈ ടൈപ്പ് എറേഴ്സ് വരുന്നത്.
സിസ്റ്റമാറ്റിക് എറർ എന്താണ്? നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് എറർ നമുക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എററാണ്. അപ്പോൾ ഇതെന്താണ്? കൺട്രോളബിൾ ആയിട്ടുള്ള എറേഴ്സിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം സിസ്റ്റമാറ്റിക് എറർ നമ്മൾ മിനിമൈസ് ചെയ്യുന്നു അത്രമാത്രം ആക്യുറേറ്റ് ആണ് നമ്മുടെ മെഷർമെന്റ് എന്ന് പറയാം. സിസ്റ്റമാറ്റിക് എറർ എത്രമാത്രം മിനിമൈസ് ചെയ്യുന്നു അത്രമാത്രം ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? ട്രൂ വാല്യൂന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് ഡീവിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് എറേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫിക്സഡ് എമൗണ്ട് ഡീവിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സിസ്റ്റമാറ്റിക് എറർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല, എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെന്റ്സ് കാരണവും നമുക്ക് സിസ്റ്റമാറ്റിക് എറർ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് എറർ ആണ്. അത് കൺട്രോളബിൾ ആയിട്ടുള്ള ടൈപ്പ് എറർ ആണ്. മെയിൻ ആയിട്ട് സിസ്റ്റമാറ്റിക് എറേഴ്സിന്റെ റീസൺ എന്ന് പറയുന്നത് കാലിബ്രേഷൻ എറേഴ്സ് കൊണ്ട് സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാവാം. അതുപോലെ ആംബിയന്റ് കണ്ടീഷൻസ് കാരണം, ആംബിയന്റ് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാവാം. പിന്നെ അവോയ്ഡബിൾ ആയിട്ടുള്ള എറേഴ്സ്, അതായത് ഡാറ്റ എറർ, പാരലാക്സ് എറർ, റീഡിംഗിൽ ഉണ്ടാകുന്ന എറർ, ഇതൊക്കെ കൊണ്ട് സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാവും. അപ്പോൾ സിസ്റ്റമാറ്റിക് എററിന്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത് അത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് എറർ ആണ്. കൺട്രോൾ ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനും പറ്റുന്ന ടൈപ്പ് എറേഴ്സിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ റാൻഡം എറർ. റാൻഡം എറർ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ റാൻഡംലി ഒക്കർ ചെയ്യുന്ന എറേഴ്സിനെയാണ് നമ്മൾ റാൻഡം എറർ എന്ന് പറയുന്നത്. ഇത് അൺഅവോയ്ഡബിൾ എറർ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. റാൻഡം എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് എറേഴ്സ് ആണ് റാൻഡം എറർ. ഇതിന്റെ കോഴ്സ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ റാൻഡം എറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ട്രയലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റാൻഡം എറർ മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇത് സാധാരണഗതിയിൽ നോർമൽ അല്ലെങ്കിൽ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും ഉണ്ടാവുക. റാൻഡം എറർ നോർമൽ അല്ലെങ്കിൽ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷനിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റാൻഡം എറർ ഡിറ്റർമൈൻ ചെയ്യാനും അത് മിനിമൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ റാൻഡം എറർ നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് ഉണ്ടാവുക, ഈ കർവിൽ കൊടുത്തതുപോലെ. ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റാൻഡം എററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് റീഡിങ്സ് എടുക്കുമ്പോൾ നമുക്ക് റാൻഡം എറർ മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് എറർ ആണ്. അത് കൺട്രോളബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാനും പറ്റും. റാൻഡം എറർ എന്ന് പറയുന്നത് റാൻഡംലി ഒക്കർ ചെയ്യുന്ന എറർ ആണ്. അത് അൺഅവോയ്ഡബിൾ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് എറർ ആണ് റാൻഡം എറർ. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെത്തേഡ് ഓഫ് മെഷർമെന്റ്സ്. ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെന്റ് മെഷർമെന്റ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെന്റ് ടെക്നിക്സിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റ് മെഷർമെന്റും ഇൻഡയറക്റ്റ് മെഷർമെന്റ്. ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി, നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് മെഷർമെന്റിനാണ് ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മളൊരു അൺനോൺ ക്വാണ്ടിറ്റി നോൺ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുമായിട്ട് ഡയറക്ട്ലി കമ്പയർ ചെയ്തിട്ട് നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റിയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ടൈപ്പ് മെത്തേഡ് ഓഫ് മെഷർമെന്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അതായത് ദ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റീസ് ഒബ്റ്റെയിൻഡ് ഡയറക്ട്ലി ബൈ കമ്പയറിംഗ് അൺനോൺ വിത്ത് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? അൺനോൺ ക്വാണ്ടിറ്റി ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് നമ്മൾ സ്റ്റീൽ റൂൾ വെച്ചിട്ട് ഒരു ലെങ്ത് മെഷർ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒരു ആംഗിൾ മെഷർ ചെയ്യുന്നു, അവിടെയൊക്കെ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടുവാണ്, അൺനോൺ ക്വാണ്ടിറ്റിയുടെ വാല്യൂ കിട്ടുവാണ്. അങ്ങനെയുള്ള ടൈപ്പ് മെഷർമെന്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് മെഷർമെന്റ്. ഇൻഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അൺനോൺ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ പാരാമീറ്റേഴ്സിനെ എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റിലേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ അൺനോൺ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാസ് ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ മാസും വോളിയവും കണ്ടുപിടിച്ചിട്ട് അതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് കിട്ടും. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താണ്? ഡയറക്റ്റ് വാല്യൂ കിട്ടുകയാണ്. അവിടെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുല അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റിലേഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ എന്താണ്? നമുക്കൊരു ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചിട്ട് അത് ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അൺനോൺ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്പ് മെത്തേഡ് ഓഫ് മെഷർമെന്റ്സ്. ഇനി
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. നമുക്ക് ഈ മെട്രോളജി എന്നുള്ള ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യം അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് ലെങ്ത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ജോമെട്രിക്കൽ ഫോം ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സർഫസ് ഫിനിഷ് ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇങ്ങനെ നാലായിട്ട് തിരിക്കാം. ലെങ്ത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ജോമെട്രിക്കൽ ഫോം ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സർഫസ് ഫിനിഷ് ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ്. ഇനി ആക്യുറസിയുടെ ബേസിൽ നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ്സ്, മോഡറേറ്റ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ബിലോ മോഡറേറ്റ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ്. ആക്യുറസിയുടെ ബേസിൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. മോസ്റ്റ് ആക്യുറേറ്റ്, മോഡറേറ്റ് ആക്യുറേറ്റ്, ബിലോ മോഡറേറ്റ് ആക്യുറേറ്റ്. ഇനി പ്രിസിഷന്റെ ബേസിസിലാണെങ്കിൽ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, നോൺ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഒരു പ്രൊഡക്റ്റ് ഇന്റർചേഞ്ചബിൾ ആയിരിക്കണമെങ്കിൽ അതിന്റെ ഡയമെൻഷൻസിൽ പ്രിസൈസ് കൺട്രോൾ റിക്വയർഡ് ആണ്. അതായത് ഇൻസ്ട്രുമെന്റ്സ് എന്തായിരിക്കണം, വളരെ പ്രിസൈസ് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ, സ്ലിപ്പ് ഗേജസ് ഒക്കെ. ഇതൊക്കെ എന്താണ്, ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇനി നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എഞ്ചിനീയർ സ്റ്റീൽ റൂള്, ഫീലർ ഗേജസ്, ഇതൊക്കെ എന്താണ് നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ മെട്രോളജി എന്ന ടോപ്പിക്കിൽ ബേസിക് ആയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു.